ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ 689 മുതൽ 694 വരെയുള്ള നാമമന്ത്രങ്ങൾ അക്ഷരശുദ്ധിയോടുകൂടി എങ്ങനെ ജപിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥൂലാർത്ഥം, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 689 രാജ്യലക്ഷ്മി. ഒന്നുകൂടി ചൊല്ലാം. രാജ്യലക്ഷ്മി. ഒന്നുകൂടി. രാജ്യലക്ഷ്മി. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാജ്യ എന്ന് വരണം, രാജ എന്നാവരുത്. രാജ്യ. പിന്നെ ലക്ഷ്മി എന്ന് ആ കാഷ അങ്ങനെയായിട്ട് തന്നെ ഉച്ചരിക്കുക. അതുപോലെ ലക്ഷ്മി എന്നാക്കരുത്, ലക്ഷ്മി എന്ന് തന്നെ വരണം. രാജ്യ ലേ എന്നല്ല, ല എന്നാണ്. രാജ്യലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് വിസർഗം വന്നിട്ടുണ്ട്, വിസർഗം ചൊല്ലേണ്ടതാകുന്നു. അപ്പോൾ രാജ്യലക്ഷ്മി ഇങ്ങനെ വിസർഗം വിടലായിട്ട് ഉച്ചരിക്കുക. അതല്ലാതെ വിസർഗം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി പറയാം. രാജ്യലക്ഷ്മീഹി എന്ന് ചൊല്ലാറുണ്ട് ഹകാരം ചേർത്തുകൊണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഇങ്ങനെ വിസർഗം വിടലായിട്ട് അഹ എന്നുള്ളതിൻ്റെ പകുതിയായിട്ട് ഉച്ചരിക്കുന്നതാണ് നല്ലത്. മന്ത്രാർത്ഥം: രാജ്യത്തിന് ലക്ഷ്മിയായി ഐശ്വര്യമായി സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ സൈന്യം, ഭണ്ഡാരം, ധനധാന്യങ്ങൾ, ആയുധങ്ങൾ, പിന്നെ പ്രജകളുടെ സംതൃപ്തി, ഭരണതന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ധർമ്മവ്യവസ്ഥ എന്നിവയാണ്. അപ്പോൾ ഇതെല്ലാം ഐശ്വര്യമായി ഒരു രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൾ എന്ന അർത്ഥത്തിൽ, രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ അമ്മയെ രാജ്യലക്ഷ്മി എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. 690 കോശനാഥ. ഒന്നുകൂടി. കോശനാഥ. ഒന്നുകൂടി. കോശനാഥ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോശം, അവിടെ ഷായാണ്, അവിടെ കോഷ എന്നാവരുത്. അതുപോലെ തന്നെ ന എന്നുള്ളതാണ് ഉച്ചരിക്കേണ്ടതായ അക്ഷരം, അവിടെ നായാക്കരുത്. കോശനാഥ എന്ന് ചൊല്ലരുത്. അതുപോലെ തന്നെ കോശ അനാഥ എന്നും ചൊല്ലിപ്പോവരുത്. കോശനാഥ, കോശങ്ങൾക്ക് നാഥയായവൾ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഥ എന്നുള്ള അക്ഷരം. നമ്മൾ രഥം, പാഥേയം എന്നൊക്കെ ഉച്ചരിക്കുന്ന അതേ ഥ. അപ്പൊ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അതല്ലാതെ കോശനാഥ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണമായി മാറി. കോശങ്ങൾക്ക് നാദമായവൾ എന്നുള്ള അർത്ഥം വരും. അതുപോലെ കോശനാഥ എന്ന് ഉച്ചരിക്കരുത്. കോശനാഥ തകാരമായി ഉച്ചരിക്കരുത്. കോശനാഥ എന്ന് തന്നെ വരണം. അപ്പോൾ ഇവിടെ കോശം എന്ന അർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ധനധാന്യാദികൾ, അതിന് പറയുന്ന പേര് കോശം എന്നും, അതിൻ്റെ അധിപതി, അതിൻ്റെ ഐശ്വര്യം, അതാണ് നാഥ. ആ കോശങ്ങൾക്ക്, ധനധാന്യാദികൾക്ക് ആധിപത്യം വഹിക്കുന്നവൾ എന്നിവിടെ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നു. 691 ചതുരംഗബലേശ്വരി. ഒന്നുകൂടി. ചതുരംഗബലേശ്വരി. ഒന്നുകൂടി. ചതുരംഗബലേശ്വരി. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചതുര കഴിഞ്ഞ മുകളിൽ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അംഗ എന്ന് വരാൻ വേണ്ടിയിട്ടാണത്. അതല്ലെങ്കിൽ ചതുരംഗബലേശ്വരി എന്നൊക്കെ ചൊല്ലിപ്പോകും. 4 അംഗങ്ങൾ, അതാണ് ചതുരംഗം. അത് വരാൻ, അത് അർത്ഥം അതുപോലെ ശരിയാവാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ന് മുകളിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്തുകൊണ്ട് ജപിച്ചു പോയി കഴിഞ്ഞാൽ അർത്ഥം ഒരിക്കലും തെറ്റില്ല. അതുപോലെ തന്നെയാണ് ബലേശ്വരി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനെ മിക്കവാറും ബലേശ്വരി എന്നാക്കി ചൊല്ലാറുണ്ട്. ചതുരംഗ ബലേശ്വരി അങ്ങനെ ചൊല്ലരുത്, ബലേശ്വരി എന്ന് വരണം. അതുപോലെ തന്നെയാണ് ചതു, അത് ചതു ആക്കി ചൊല്ലാറുണ്ട്. ചതുരംഗം അങ്ങനെയല്ല, ചതു താഴായിട്ട് തന്നെ ഉച്ചരിക്കുക. ബലേശ്വരി ശ്വ ആയിട്ട് വരണം. അതല്ല ശ്വരി, ബലേശ്വരി എന്നാക്കരുത്, ബലേശ്വരി എന്ന് വരണം. പിന്നെ രീ എന്നുള്ളത് നീട്ടിയിട്ട് ഉച്ചരിക്കുക. അപ്പോൾ
ചതുരംഗബലേശ്വരി, ചതുരംഗ സേനകൾക്ക് അധീശ്വരിയായവൾ എന്നർത്ഥം. ആനപ്പട, കുതിരപ്പട, തേർപ്പട, കാലാൾപ്പട എന്നിവയാണ് 4 അംഗങ്ങൾ, ചതുരംഗങ്ങൾ. അപ്പൊ ഈ സേനകൾക്ക് ഈശ്വരിയായവൾ. ബലം എന്നാൽ ഇവിടെ സൈന്യം എന്നാണ് അർത്ഥം. അപ്പൊ 4 അംഗങ്ങളുള്ള നേരത്തെ പറഞ്ഞ ഈ പടകൾക്ക്, സൈന്യത്തിന് ഈശ്വരിയായവൾ, അധീശ്വരിയായവൾ. 692 സാമ്രാജ്യദായിനി. ഒന്നുകൂടി, സാമ്രാജ്യദായിനി. ഒന്നുകൂടി, സാമ്രാജ്യദായിനി. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാമ്രാജ്യം, അജ്യ ഒക്കെ കറക്റ്റായിട്ട് വരണം. സാമ്രാജ്യദായിനി എന്ന് ചൊല്ലരുത്, സാമ്രാജ്യ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദായിനിയാണ്, അത് ധായിനി ആക്കരുത്, തായിനി എന്നും ചൊല്ലരുത്. സാമ്രാജ്യദായിനി, നായാണ്, അത് നീ ആക്കിയിട്ട് സാമ്രാജ്യദായിനി എന്നും ചൊല്ലാൻ പാടില്ല. സാമ്രാജ്യദായിനി, സാമ്രാജ്യത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് ഇതിനർത്ഥം. ഇതിനു മുൻപ് നമ്മൾ കണ്ടു രാജ്യദായിനി എന്നൊരു നാമമന്ത്രം. അതില് രാജ്യത്തെ നൽകുന്നവൾ, ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. ഇവിടെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ച് മുന്നോട്ട് പോകുന്ന ആ ഭക്തന്, ആ ഉപാസകന് സാമ്രാജ്യം, സാമ്രാജ്യം എന്നാൽ അനേക രാജ്യങ്ങൾ ചേർന്ന ആ സാമ്രാജ്യം ദാനം ചെയ്യുന്നവളാണ് മഹാദേവി. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ സാമ്രാജ്യദായിനി എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. 693 സത്യസന്ധ. ഒന്നുകൂടി, സത്യസന്ധ. ഒന്നുകൂടി, സത്യസന്ധ. സത്യം പാലിക്കുന്നവൾ എന്നർത്ഥം. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സന്ധ, അവിടെ നായും ധായുമാണ്. പലപ്പോഴും ഇത് തൊണ്ടയിൽ അങ്ങനെ ശരിയായി കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ തുടർച്ചയായ പരിശീലനം കൊണ്ട് ഇങ്ങനെ ധ എന്നുള്ള അക്ഷരം ചൊല്ലാൻ സാധിക്കും. അത് സത്യസന്ധ, സത്യസന്ധ എന്നൊക്കെ ചൊല്ലിപ്പോകാറുണ്ട്. ആ ധ കറക്റ്റായിട്ട് ചൊല്ലിയാൽ മാത്രമേ അർത്ഥം പൂർണ്ണമാകുള്ളൂ. സത്യസന്ധ എന്ന് തന്നെ വരണം. സത്യം പാലിക്കുന്നവൾ, സത്യനിഷ്ഠയുള്ളവൾ എന്നൊക്കെ അർത്ഥം. ദേവാദികൾക്ക് എപ്പോൾ ആപത്തുണ്ടാകുമ്പോഴും ലോകത്തിൽ ധർമ്മച്യുതി ഉണ്ടാകുമ്പോഴും ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അമ്മ അവതരിക്കും എന്ന് ബ്രഹ്മാദികൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാക്ക്, ആ സത്യം പാലിക്കാനായിട്ട് അമ്മ പലപ്പോഴും പല അവതാരങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അമ്മയെ സത്യസന്ധ എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തിൽ ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദേവി മഹാത്മ്യം ജപിക്കുന്നവർക്കൊക്കെ അതറിയാം. 694 സാഗരമേഖല. ഒന്നുകൂടി, സാഗരമേഖല. ഒന്നുകൂടി, സാഗരമേഖല. ഇവിടെ സാഗരം, ആ ഗ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. ഗാനം, ഗഗനം, ഗീതം എന്നൊക്കെ എഴുതുന്ന ഗായാണ് സാഗര. പിന്നെ മേഖല, ഖകാരമാണ്, നഖം എന്നൊക്കെ എഴുതുന്ന ഖായാണ്. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതുപോലെ മേഖല, മേഖല എന്നാക്കരുത്. സാഗര മേഖല എന്ന് ജപിക്കുക. സാഗരം എന്നാൽ സമുദ്രം, പിന്നെ മേഖല എന്നാൽ അരഞ്ഞാണമായവൾ. അപ്പോൾ സമുദ്രം അരഞ്ഞാണമായവൾ, അത് ഭൂമിയാണ്. അപ്പോൾ ഭൂമി രൂപം ധരിച്ചവൾ എന്നിവിടെ അർത്ഥം. അപ്പോൾ ഭൂമിരൂപയായ സാഗരമേഖലയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.